ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എങ്ങനെ നമുക്ക് വിലക്കുറവിൽ കർട്ടൻ വീട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ വേറെ ആരുടെയും സഹായം ഇല്ലാതെ എങ്ങനെ കർട്ടൻ ചെയ്യാൻ നോക്കാനായിട്ട്. അപ്പോൾ ഓൾറെഡി ഇവിടെ കർട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് 3500 അത്ര അറൗണ്ട് ആയി. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന രീതിയിൽ നിങ്ങൾ വീട്ടിൽ കർട്ടൻ ഇടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1000 1500 അതിൻ്റെ അപ്പുറത്തേക്ക് പോകത്തില്ല, ഒരു 1000 ഓക്കെ, ഒരു 1000ൻ്റെ അകത്ത് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്ന സാധനങ്ങൾ വെച്ച് മീഷോന്ന് തന്നെ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് കർട്ടൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഇത്രയും ഏരിയയാണ് ഈ കർട്ടൻ ഉപയോഗിച്ച് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ അലൂമിനിയം പൈപ്പ് ഒഴിച്ച് ബാക്കി എല്ലാം ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ്. ഇതിൽ ഞാനിത് ഹാങ് ചെയ്യാൻ പോകുന്നത് മീഷോന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ മതി. പിന്നെ ഞാൻ കർട്ടൻ വാങ്ങിച്ചതും മീഷോന്ന് തന്നെ. ഇതിൽ ആകെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച സാധനങ്ങൾ ഈ ഒരു പൈപ്പാണ്. പിന്നെ ഒരു ഹോൾഡർ ഉണ്ട്, ഓൾറെഡി മീഷോയിൽ ഒരു ഹോൾഡർ ഉണ്ട്. എനിക്ക് എന്താ ഹോൾഡറിനെക്കാട്ടിലും വില കുറവായിട്ട് ഈ പൈപ്പ് തോന്നി, അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ചു. ഹോൾഡർ വേണമെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. പിന്നെ ഈ പൈപ്പും ഈ ഒരു സാധനവും മാത്രമാണ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചത്. പൈപ്പിന് എന്തോ ഒരു 300 അറൗണ്ടേ ആയുള്ളൂ. ഇതിനാണെന്നുണ്ടെങ്കിൽ 10 രൂപയായുള്ളൂ. 5 രൂപ 10 രൂപ അത്രയൊക്കെ കൊടുത്താൽ നമുക്ക് കിട്ടും. പിന്നെ ഞാൻ ഈ കർട്ടൻ വാങ്ങിച്ച ടൈമിൽ 250 രൂപയുള്ളായിരുന്നു. ഇപ്പം അത് 300 ആയിട്ടുണ്ട്. 300 ആയാലും വെർത്താണ്. അപ്പം നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഇതിപ്പോൾ നമ്മൾ കർട്ടൻ ഹോൾഡ് ചെയ്യാനുള്ള സാധനം, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ 10 രൂപയുടെ സാധനം. അപ്പം ഇത് വെച്ച് നമുക്ക് ചെയ്താൽ, ഇപ്പം അല്ലാണ്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരാളെ നമ്മൾ വിളിച്ചിട്ട് ഡ്രില്ല് ചെയ്യണം. ഡ്രില്ല് ചെയ്തിട്ട് മറ്റേ നമ്മുടെ കർട്ടൻ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു സ്റ്റീലിന്റെ സംഭവം ഘടിപ്പിക്കണം. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ കർട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 weeks ആയി ഞാൻ കർട്ടൻ ഇട്ട്. ഞാൻ പറഞ്ഞില്ലേ, റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് യൂസ് ചെയ്ത് നോക്കിയിട്ട് ശേഷം റിവ്യൂ ചെയ്യാറ്. അതേപോലെ തന്നെ ഇപ്പം 2 weeks എന്തോ ആയി കർട്ടൻ ഇട്ടിട്ട്. ഇതുവരെയായിട്ടും അത് ഇളകി വിഴുകി ഒന്നും ചെയ്തിട്ടില്ല. 4 കർട്ടൻ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതുവരെ ഒരു കുഴപ്പവും അതിന് പറ്റിയിട്ടില്ല. അതാ നമുക്കിപ്പോൾ ഈ ഹോൾഡർ ആണെങ്കിൽ തന്നെ നമുക്കൊരു 6 പീസസ് വരുന്നുണ്ട്. അതായത് ഈ ഒരു സംഭവം നമുക്ക് 6 പീസസ് ഓർ 8 പീസസ് അതിനകത്ത് വരുന്നുണ്ട്. എന്തോ ഒരു അറൗണ്ട് 200 രൂപയ്ക്കകത്തേ അതും ആയിട്ടുള്ളൂ. ഒരു പശപ്പ് പോവുകയോ ഒന്നും ചെയ്തില്ല. പിന്നെ നമ്മുടെ ഈ ടൈല് പോലുള്ള അവിടെ ഒന്നും നമുക്ക് ഒട്ടിക്കാൻ പറ്റത്തില്ല ആ പ്രോഡക്റ്റ്. നമുക്ക് ഇതേപോലത്തെ വാളില് സിമെന്റ് കൊണ്ട് ഇതേപോലെ ഇങ്ങനെ ഉള്ള വാളില് യൂസ് ചെയ്യാം. അല്ലാതെ നമ്മുടെ ആ ഒരു ഗ്ലേസിങ് വരുന്ന ടൈലിലോ ഈ ഒരു മെറ്റീരിയലിലോ ഒന്നും നമുക്ക് അത് ഒട്ടിച്ചിട്ട് കാര്യമില്ല, ഇളകിപ്പോ. നമുക്ക് ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രം, എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചോ, ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പൈപ്പ് മാത്രമായിട്ട് ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല, അത് അവിടെ ഇരിക്കത്തില്ല. നമുക്കപ്പോൾ ഇനി കർട്ടൻ കയറ്റാം. ഞാൻ വാങ്ങിച്ച കർട്ടൻ ഇതാണ്. ഇത് 4 പീസ് വരുന്നുണ്ട്. ഇത് ഞാൻ മീഷോന്ന് തന്നെ വാങ്ങിച്ചതാ. അപ്പൊ ഇതിൽ 4 പീസാണ് വരുന്നത്, 2 ഗ്രേ 2 വൈറ്റ്. അപ്പൊ ഞാനിത് വാങ്ങിച്ചത് ട്രാൻസ്പെറൻറ്റാ, പക്ഷെ നമുക്ക് നല്ല രസമാണ് കാണാനായിട്ട്. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളതാണെങ്കിലും നല്ല രസമാണ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് കാണിക്കും, കാരണം ഇപ്പൊ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കോ. എനിക്കിനി ഇത് അഴിക്കാൻ വയ്യ, മിക്കവാറും അഴിക്കേണ്ടി വരും. ഇല്ല സ്വന്തം അങ്ങനെയൊന്നും തകരത്തില്ല. ഞാൻ ഇതിനകത്തൊന്നും എടുത്തിടും. ട്രിക്ക് കാണിച്ചുതരാം, ജോയിൻ ചെയ്തിടുന്നതിന്റെ ട്രിക്ക്. ഇങ്ങനെ കർട്ടൻ കയറ്റുക, ഈ പീസ് വരെ കയറ്റുക, എന്നിട്ട് ഒരെണ്ണം വിടുക. ജോയിൻ ചെയ്തിടാൻ താല്പര്യം ഉണ്ടെങ്കിൽ, കാരണം നമുക്ക് നീക്കുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കുമ്പോൾ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് വരും കർട്ടൻ്റെ ഇടയിൽ. അത് ഭയങ്കര ബോറായിരിക്കും കാണാനായിട്ട്. അപ്പം അങ്ങനെ ഒരു ഡിസ്റ്റൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം കയറ്റുക, ഒരെണ്ണം ചുമ്മാ അങ്ങനെ ഇട്ടേക്കുക. എന്നിട്ട് അടുത്തത് കയറ്റുക ഒരെണ്ണം, അതായത് നേരത്തെ കർട്ടൻ്റെ ഒരെണ്ണം അങ്ങനെ ഇട്ടിട്ട് അടുത്തത് കയറ്റുക. എന്നിട്ട് ഈ കയറ്റിയ കർട്ടൻ്റെ അവിടെ നിന്ന് ഈ ലാസ്റ്റ് കിടന്നതും അതിൻ്റെ സെക്കൻഡ് വണ്ണും കൂടി ഒരുമിച്ചെടുത്ത് കയറ്റുക. ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇട്ടിട്ട് കാണിക്കുമ്പോൾ മനസ്സിലാവും, കണ്ടോ, രണ്ടും കൂടി ജോയിൻ ആയിട്ടിരുന്നോളും. എന്നിട്ട് പിന്നെ ഇത് കണ്ണം പിന്നെ കയറ്റുക. എനിക്ക് ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം ഇട്ടതാ. വീണ്ടും മറ്റേ പരിപാടി ചെയ്യുക. കയറ്റുക, രണ്ടാമത്തത് പിടിക്കുക, അതും കൂടി കയറ്റുക. ഓക്കെ, കഴിഞ്ഞു. നമ്മൾ കർട്ടൻ കയറ്റി കഴിഞ്ഞു. ട്രാൻസ്പെറൻ്റാ, കണ്ടോ. പക്ഷെ ട്രാൻസ്പെറൻ്റ് ആണെങ്കിലും ഇങ്ങനെ കാറ്റത്തൊക്കെ കിടക്കുമ്പം നല്ല രസം. ഓക്കെ, നമുക്കിത് ഹാങ് ചെയ്യാം. അയ്യോ, അതേപോലെ വേറൊരു കാര്യമുണ്ട്. ഈ സാധനം നമ്മളിത് ഹാങ് ചെയ്യാൻ പോകുന്ന ഈ സാധനം ഒട്ടിക്കുമ്പോൾ ഭിത്തിയോട് കയറ്റി വെച്ച് ഒട്ടിച്ച യാതൊരുവിധ പ്രയോജനം ഇല്ലാതായി പോകും. കാരണം ഈ പൈപ്പ് അങ്ങോട്ട് കയറത്തില്ല. അതുകൊണ്ട് കുറച്ച് ഈ ഒരു പൈപ്പിന്റെ ഒരളവിൽ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മെഷർ ചെയ്തിട്ട്
കൈ വെച്ച് തന്നെ മെഷർ ചെയ്യാവുന്നേ ഉള്ളൂ. കൈ വെച്ചൊന്ന് മെഷർ ചെയ്ത്, പൈപ്പിന്റെ അളവിനല്ല, ഈ ടിപ്പിൽ കൊടുക്കുന്ന സാധനത്തിന്റെ അളവിൽ ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്യണം. മെഷർ ചെയ്തിട്ടേ അത് ഒട്ടിക്കാവുള്ളൂ, അല്ലെങ്കിൽ ഇത് ഇളക്കേണ്ടി വരും. ഇത് ഇളക്കി കഴിഞ്ഞാൽ പശ പോകുമായിരിക്കും. ഞാനിത് ഒട്ടിച്ചിട്ട് ഇളക്കിയിട്ടില്ല, പക്ഷെ അത് നന്നായിട്ട് ഹോൾഡ് ചെയ്ത് അവിടെ ഇരുന്നോളും. ഓക്കെ ഗൈസ്, കഴിഞ്ഞ്. അപ്പോൾ നമ്മുടെ കർട്ടൻ്റെ ലുക്ക് കണ്ടേ. ഇതാണ് കർട്ടൻ്റെ ലുക്ക്. അടിപൊളിയല്ലേ? ഇങ്ങനെ ഇരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കർട്ടനെ ഇഷ്ടം. അതുകൊണ്ട് ഞാനിത് ഓർഡർ ചെയ്തത്. പിന്നെ വേറെയും കുറേ ട്രാൻസ്പെറൻ്റ് അല്ലാത്ത കർട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാം ലിങ്ക് നിങ്ങൾക്ക് തരാം. ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് എല്ലാം മീഷോ ഒന്ന് വാങ്ങിക്കാം. ഞാൻ നേരത്തെ ജോയിൻ ചെയ്തിടുന്ന കാര്യം പറഞ്ഞില്ലേ, ഇതിപ്പോൾ കണ്ടോ, നമ്മൾ കർട്ടൻ ഇപ്പോൾ ഏത് സൈഡിൽ നിന്ന് നീക്കിയാലും എല്ലാം കൂടി ഒരുമിച്ച് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വലിക്കുമ്പോഴത്തേനും ചിലപ്പോൾ ഒരെണ്ണം മാത്രമായിട്ട് വരുന്നത്. ഇങ്ങനെ രണ്ടെണ്ണം കൂടി കണക്ട് ചെയ്തിട്ടുണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ കിടക്കുന്നത്. മനസ്സിലായോ? നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഹാങ് ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം.